വീട് അടിച്ചു തകർത്തതായി പരാതി. എഴുകോൺ കോയിക്കൽ ക്ഷേത്രത്തിന് സമീപം ആനന്ദഭവനിൽ ശ്രീനിവാസൻ പിള്ളയുടെ വീടാണ് അടിച്ചു തകർത്തത്. അയൽവാസിയായ യുവാവ് മദ്യലഹരിയിൽ വീട് അടിച്ചു തകർക്കുകയായിരുന്നുവെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. കോയിക്കൽ ക്ഷേത്രത്തിന് സമീപം ആനന്ദഭവനിൽ ശ്രീനിവാസൻ പിള്ളയുടെ വീടാണ് അടിച്ചു തകർത്തത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയായിരുന്നു സംഭവം. അയൽവാസിയായ ഹരിലാലും സുഹൃത്തുക്കളും മാരകായുധങ്ങളുമായി എത്തി വീട് അടിച്ചു തകർക്കുകയായിരുന്നുവെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. 4 സൈഡിലുള്ള ഗ്ലാസുകള്, ലൈറ്റുകള് മൊത്തം അടിച്ചു പൊട്ടിച്ചു. നോക്കിക്കോളൂ, 4 ദിവസം ഞങ്ങൾ അകത്ത് കിടന്നോണ്ട് നമുക്കൊന്നും പറ്റിയില്ല. മുഴുവൻ ജനലുകളും ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളായിരുന്നു. ശ്രീനിവാസനും ഭാര്യ രാധാമണിയുമാണ് സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ഇവരെ ആക്രമിക്കാനായി എത്തിയപ്പോൾ വീടിനുള്ളിൽ കയറി കതകടയ്ക്കുകയായിരുന്നു. തുടർന്ന് വീടിന്റെ ജനൽ ചില്ലകളും സ്വിച്ച് ബോർഡും ലൈറ്റുകളും അക്രമി സംഘം അടിച്ചു തകർത്തു. തുടർന്ന് എഴുകോൺ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും അക്രമി സംഘം ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഒരു 3 പേരുടെ ചേർന്ന് 4 വശമുള്ള മുഴുവൻ ഗ്ലാസുകളും, സൈഡ് ലൈറ്റുകൾ, സ്വിച്ച് ബോർഡുകൾ, പുറത്തുള്ള സകല സാധനങ്ങളും അടിച്ച് നശിപ്പിക്കാനുണ്ടായത്. എന്നിട്ട് ഇപ്പോൾ ഒന്ന് കേൾക്കാൻ കൊള്ളില്ലാത്ത തെറി, നിന്നെ ജീവനത്തോടെ വെച്ചേക്കത്തില്ല, നീ പോലീസ് സ്റ്റേഷനിൽ ഞാൻ അകത്തുനിന്ന് പോലീസിനെ വിളിക്കാൻ അവർ കേട്ടിട്ടുണ്ട്. പോലീസിനെ വിളിച്ച് എനിക്കൊരു കുന്തവും ഇല്ല, എനിക്ക് അതായത് ഒത്തിരി അനാവശ്യം വിളിച്ച കേൾക്കാൻ കൊള്ളില്ലാത്ത പച്ചത്തെറി വിളിച്ചും കൊണ്ട് നിന്നെ ഞാൻ ജീവനെ വെച്ചേക്കത്തില്ല, കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മൊത്തം അടിച്ച് തകർക്കുകയും ഞാൻ ആ നിമിഷം തന്നെ എഴുവൻ പോലീസ് സ്റ്റേഷനിൽ വിളിക്കുകയും ആ സൗണ്ടുകളെല്ലാം എഴുവൻ പോലീസ് സ്റ്റേഷനിൽ കേൾക്കുകയും ചെയ്യും. ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ വീട് അടിച്ചു തകർക്കുന്ന സൗണ്ടാണ് ഈ കേൾക്കുന്നത്, ഞാനും ഭാര്യയും ജീവരക്ഷാർത്ഥം പെരയ്ക്കകത്ത് നിൽക്കുകയാണ്, അതിൻ്റെ സൗണ്ടാണ്. അപ്പോൾ അവർ കൃത്യമായിട്ട് അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ചോദിച്ച് ഫോൺ നമ്പറും എല്ലാം മേടിച്ചതിന് ശേഷം ഒരു 5-7 മിനിറ്റിനകത്ത് SI ഉൾപ്പെടെ 4 പോലീസുകാർ ജീപ്പിനകത്ത് ഇവിടെ വന്നിട്ട് കാര്യങ്ങളെല്ലാം അന്ന് കണ്ടു. ക്യാമറ അവർ മൊബൈൽ എല്ലാം പകർത്തി കൊണ്ടുപോയി. ഞാൻ കാര്യങ്ങൾ ഇനി മൊഴി എടുക്കാനായിട്ട് കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ജീവന ഭീഷണിയാണ്. ഏത് സമയത്തും ഈ അമ്മയും മോനും എന്നെ അപായപ്പെടുത്തുന്നുള്ള ഈ തന്നെ എല്ലാം പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് പോയിരിക്കുകയാണ്. ഹരിലാലിനെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.